കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന എല്ലാ അച്ഛന്മാർക്കും അതുപോലെ തന്നെ അമ്മമാർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു നല്ലൊരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ്. ഇത് 2026 തൃശ്ശൂരിലുള്ള അയ്യന്തോളിലുള്ള ഫാമിലി കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ഒരു കോടതി വിധിയാണ്. വളരെ നല്ലൊരു വിധിയാണ്. അപ്പോൾ ആ വിധി നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിധിയിലേക്കുള്ള ആ കേസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് അവർക്ക് 4.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ വിഷയം ഉണ്ടാകുന്നു. അവർ തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷം ഭർത്താവ് വേറെ ഒരു സ്ത്രീയുമായി ഒരു ലിവിങ് ടുഗദറിൽ താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ്. അങ്ങനെ വന്നതിന് ശേഷം ഈ ഭർത്താവ് സ്വന്തം ഭാര്യയിലുള്ള കുട്ടികളെ കസ്റ്റഡി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഫാമിലി കോടതിയിൽ ഒരു ഗാർഡിയൻ ഒ പി ഫയൽ ചെയ്യാണ്. ഗാർഡിയൻ ഒ പി ഫയൽ ചെയ്തപ്പോൾ ഭാര്യ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും ഇയാളും തമ്മിൽ വേർപിരിഞ്ഞ് നിൽക്കുകയാണ്, ഇദ്ദേഹത്തിന് വേറെ ഒരു സ്ത്രീയുമായിട്ട് ലിവിങ് ടുഗദറിൽ താമസിക്കുകയാണ്, അതുകൊണ്ട് ആ കുട്ടിയുടെ കസ്റ്റഡി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സ്വഭാവത്തിൽ മാറ്റം വരുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എതിർഭാഗം അവരുടെ മറുപടി കോടതിയിൽ ഫയൽ ചെയ്തു. ഈ 2 ഭാഗത്തിനെയും വാദങ്ങൾ കേട്ടതിന് ശേഷം ഫാമിലി കോടതി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുപ്രീം കോടതിയുടെ 2020 സുപ്രധാനമായിട്ടുള്ള ഒരു കേസ് മെൻഷൻ ചെയ്യുന്നു. കേസ് പ്രകാരം കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും കരുതലും 50-50 ആണ്. 2 കൂട്ടരുടെയും ഒരേപോലെ അത്യാവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ ഫാദറായിട്ടുള്ള അച്ഛൻ കുട്ടികളുടെ കസ്റ്റഡി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ കോടതിക്ക് ആ ഒരു ആവശ്യം ഒരു കാരണവശാലും നിരാകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റഡി കൊടുക്കാതെ ഇരിക്കുവാനായിട്ട് ഒരിക്കലും പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 കുട്ടികളുടെയും കസ്റ്റഡി അച്ഛന് കൊടുക്കുന്നു. അപ്പോൾ അതിൽ പറയുന്ന കണ്ടീഷൻ എങ്ങനെയാണ്, 4 വയസ്സുള്ള ഒരു കുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ ആഴ്ചയിലും ഞായറാഴ്ചകളിൽ കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അച്ഛനെ കസ്റ്റഡി കൊടുത്തേക്കാണ്. ഇവരാവശ്യപ്പെട്ടതും അത്ര തന്നെയുള്ളൂ. കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൂടുതൽ ആ വിധിയിൽ മാറ്റം വന്നേനെ. പക്ഷെ ഇവരാവശ്യപ്പെട്ട പ്രകാരം 10 മണി മുതൽ 5 മണി വരെ ആൺകുട്ടിയുടെ കസ്റ്റഡി അച്ഛനെ കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. പെൺകുട്ടിക്ക് 2 വയസ്സ് മാത്രം ആയതുകൊണ്ട് 2ാമത്തെ ഞായറാഴ്ചയും 4ാമത്തെ ഞായറാഴ്ചകളിലും കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡി കൊടുക്കുന്നു. എന്ന് മാത്രമല്ല, അച്ഛന് മാത്രമല്ല, അച്ഛൻ്റെ പാരൻസിനെ മനസ്സിലായില്ലേ, അവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, കുട്ടികളുമായി അടുത്ത് ഇടപഴകുവാനായിട്ട് സാധിക്കും. അങ്ങനെ അടുത്ത് ഇടപഴകുന്ന സമയത്ത് ഭാര്യയുടെ വീട്ടുകാരോ ഒരു കാരണവശാലും ഇവരുടെ അടുത്തേക്ക് വരികയോ ഇവരുടെ ഇൻറ്ററാക്ഷനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഉള്ള യാതൊരു വിധത്തിലുള്ള ഇൻറ്ററാക്ഷൻസും പെണ്ണിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല എന്നും കൃത്യമായി തന്നെ ആ ഒരു മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിധി ഇവരിപ്പോൾ എൻജോയ് ചെയ്യുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 90 ദിവസം കഴിയുമ്പോൾ ഈ വിധി അവർക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേ, ഈ ഭർത്താവിൻ്റെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ബർത്ത്ഡേ, ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ വിഷു പോലെയുള്ള സന്ദർഭങ്ങളിൽ ഒക്കെ കുട്ടികളുടെ കസ്റ്റഡി വേണമെന്ന് അവർക്ക് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കോടതി അത് തീർച്ചയായും അത് അനുവദിച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഗാർഡിയൻ ഒ പി ഫയൽ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം എഴുതേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ കുട്ടികളുമായി ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എതിർകക്ഷിയുടെ വീട്ടുകാരോ ഒരു കാരണവശാലും അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അകന്ന് നിൽക്കണം എന്നുള്ളൊരു പോയിന്റ് കൃത്യമായി എഴുതാം. 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു പെർമിഷൻ കൂടിയും അതിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കോടതി നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈ നല്ലൊരു വിധിയാണ്. ഈ വിധിയുടെ ആനുകൂല്യം
നിങ്ങൾക്കും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കോടതിയിൽ ഒരു ഗാർഡിയൻ ഓഫ് ഫയൽ ചെയ്യുക. ഒപ്പം തന്നെ ഒരു IA പെറ്റീഷനും കൂടി ഫയൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു കാരണവശാലും കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഭാര്യയുടെ വീട്ടിലേക്കോ ഭാര്യയുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കോ പോകരുത്. എന്തെങ്കിലും ഇഷ്യൂ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതക ശ്രമം അല്ലെങ്കിൽ വീട് അതിക്രമിച്ച് കയറി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാർക്കും എതിരെ കേസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോടതി മുഖാന്തരം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.